ട്രാൻസ്ഫോമർ. പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ രണ്ട് തരത്തിലുണ്ട്. എ സിയുടെ വോൾട്ടത ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും എ സിയുടെ വോൾട്ടത താഴ്ത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് ഫോർ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ദ വോൾട്ടേജ് ഓഫ് ആൻ എ സി വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ ഇലക്ട്രിക് പവർ. Transformers are of two types: step-up transformer and step-down transformer. The transformer which increases AC voltage is step-up transformer, and the one which decreases AC voltage is the step-down transformer. A transformer is a device that works on the principle of mutual induction. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ രേഖാചിത്രം പരിശോധിക്കുക. ഇവിടെ പ്രൈമറിയിൽ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ സെക്കൻഡറിയിലാകട്ടെ വണ്ണം കുറഞ്ഞ കമ്പികളും. സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായി ലഭിക്കുന്നു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവാണ്. സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഉയർന്ന വോൾട്ടേജാണ് ലഭിക്കുന്നത്. അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വോൾട്ടത ഉയർത്തുന്ന ട്രാൻസ്ഫോമറാണ്. ഇനി ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ രേഖാചിത്രം പരിശോധിക്കുക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ കമ്പികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡറിയിലാകട്ടെ വണ്ണം കൂടിയ കമ്പികളും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂടുതലാണ്. സെക്കൻഡറിയിൽ കമ്പിച്ചുരുളുകളുടെ എണ്ണം കുറവാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നിന്നും താഴ്ന്ന വോൾട്ടേജാണ് ലഭിക്കുന്നത്. അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് എന്നാണ്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇരു കോയിലുകളിലെയും ഓരോ ചുറ്റിലുമുള്ള EMF തുല്യമായിരിക്കും. ഒരു ചുറ്റിലുള്ള EMF എപ്സിലോൺ ആയാൽ പ്രൈമറി കോയിലിലെ EMF VP എന്നത് NP ഇൻറ്റു എപ്സിലോൺ ആയിരിക്കും. സെക്കൻഡറി ചുരുളിൽ പ്രേരിതമാകുന്ന EMF VS സമം NS ഇൻറ്റു എപ്സിലോൺ ആയിരിക്കും. അതിനാൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് വോൾട്ടത മാറുന്നു. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് VS കൂടുന്നു. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണത്തിൻ്റെ എത്ര മടങ്ങാണോ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം അത്ര തന്നെ മടങ്ങ് വോൾട്ടതയിലും വ്യത്യാസമുണ്ടാകും. VS സെക്കൻഡറി വോൾട്ടതയും VP പ്രൈമറി വോൾട്ടതയും NS സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണവും NB പ്രൈമറി ചുറ്റുകളുടെ എണ്ണവുമായാൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റുകളുടെ എണ്ണവും അതിൽ പ്രേരിതമാകുന്ന EMFും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. VS by
വി പി സമം എൻ എസ് ബൈ എൻ ബി ആയിരിക്കും. ഇൻ എ ട്രാൻസ്ഫോമർ, the EMF in each turn of the primary and the secondary coils will be the same. Let the EMF in one turn be epsilon, then the EMF in the primary is Vp equal to Np into epsilon. The induced EMF in the secondary is Vs equal to Ns into epsilon. Hence, Vs changes in accordance with the number of turns in the secondary. The voltage in the secondary and primary will be in the same proportion as that between the number of turns of the secondary and primary. That means Vs changes in accordance with the number of turns in the secondary. If Vs is the secondary voltage, Vp is the primary voltage, Ns is the number of turns in the secondary, and Np is the number of turns in the primary, then Vs by Vp equal to Ns by Np. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറി കോയിലുകളിലെ പവർ തുല്യമാണ്. അതായത് ഒരു ട്രാൻസ്ഫോമറിൽ മറ്റ് ഊർജ്ജനഷ്ടങ്ങൾ ഒന്നുമില്ലെങ്കിൽ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും തുല്യമായിരിക്കും. പവർ എന്നത് വോൾട്ടത ഇൻറ്റു കറണ്ടാണ്. അതായത് പ്രൈമറിയിലെ പവർ ഈക്വൽ ടു വി പി ഇൻറ്റു ഐ പി എന്നെഴുതാം. സെക്കൻഡറിയിലെ പവർ വി എസ് ഇൻറ്റു ഐ എസ് എന്നും എഴുതാം. പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും ഒരു ട്രാൻസ്ഫോമറിൽ തുല്യമായതിനാൽ വി പി ഇൻറ്റു ഐ പി സമം വി എസ് ഇൻറ്റു ഐ എസ് എന്ന് എഴുതാം. ഇതിൽ നിന്നും ഐ പി ബൈ ഐ എസ് സമം വി എസ് ബൈ വി പി എന്നും മാറ്റി എഴുതാം. ഇൻ എ ട്രാൻസ്ഫോമർ, the power in the primary and the secondary coils is the same. The voltage in the primary is represented as Vp. The current in the primary is represented as Ip. The voltage in the secondary is represented as Vs. And the current in the secondary is represented as Is. Then the power in the primary is equal to Vp into Ip, and the power in the secondary is equal to Vs into Is. In a transformer, power in the primary is equal to power in the secondary. That means Vp into Ip is equal to Vs into Is. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടത കൂടുതലും കറണ്ട് കുറവുമായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ സെക്കൻഡറി വോൾട്ടത കുറവും കറണ്ട് കൂടുതലുമായിരിക്കും. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി വോൾട്ടത ഉയർത്തുന്നത് കറണ്ട് കുറച്ചുകൊണ്ടാണ്. In a step-up transformer, the voltage in the secondary coil is more and the current is less. But in a step-down transformer, the secondary voltage is less and the current is more. ഇവിടെ ഒരു പട്ടിക നൽകിയിരിക്കുന്നു. ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇനി ഏതാനും ചോദ്യങ്ങൾ കൂടി ചെയ്തു നോക്കുക.